ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ മീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ ബ്രീത്ത് ഔട്ട് ചെയ്യുക 3 ടൈംസ്. നന്നായിട്ട് നിങ്ങൾ ഏത് ഡിവൈൻ പവറിലാണോ ബിലീവ് ചെയ്യുന്നത് ആ ഒരു ഡിവൈൻ പവറിനെ നന്നായിട്ട് പ്രെയർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്സ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പം നിങ്ങൾ ബിലീവ് ചെയ്യുന്ന അത് യൂണിവേഴ്സൽ പവറിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ജീസസ് ആണെങ്കിൽ താങ്ക് യു ജീസസ്, അല്ലെങ്കിൽ ഇനി അതർ പവർ ആണെന്നുണ്ടെങ്കിൽ അതിന് ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുക. കാരണം നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഒരു കഴിവല്ല, ഉറപ്പായിട്ടും അത് യൂണിവേഴ്സായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, സോ അപ്പോൾ നന്നായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് നിങ്ങൾ സെറ്റായിട്ടിരിക്കുക. നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണുമായിട്ടുള്ള നിങ്ങൾ പേഴ്സൺ എന്നുള്ള ഒരു എനർജി അല്ല, ഏത് വ്യക്തി ആയിക്കോട്ടെ. അതിപ്പം നിങ്ങളുടെ ഫ്രണ്ടിനെ വെച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, യെസ് ഈ ഒരു വ്യക്തിയായിട്ട് എനിക്ക് എന്തോ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, ഈ ഒരു വ്യക്തി സംതിങ് ഡിഫറെൻ്റ് ആണ്, ഈ ഒരു വ്യക്തിയായിട്ട് എനിക്ക് എൻ്റെ സോൾ കണക്ഷൻ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സൂപ്പർ കംഫോർട്ടബിൾ ആണ് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. നമുക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന കംഫോർട്ടായിട്ട് തോന്നുന്ന കംഫോർട്ട് സോണുകളും ഉണ്ടാവാം. ഓക്കെ, അപ്പം നമ്മൾ ഫീൽ ചെയ്യുമല്ലോ, നമ്മുടെ സോളിനൊരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് വെച്ച് നോക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള വ്യക്തിയായിട്ട് എന്ത് തരത്തിലുള്ള കണക്ഷൻസാണ് എൻ്റെ വ്യൂവേഴ്സ് എന്നുള്ളത് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് 8 ഓഫ് സോർഡ്സിൻ്റെ എനർജീസ് വന്നിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ വന്നിട്ടുള്ളത് 2 ഓഫ് മെമ്മറീസ് ഓഫ് ലവ്, 6 ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ്, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജീസ്. ഓക്കെ, ലെറ്റ്സ് നയൻ ഓഫ് ലൈറ്റ് പോയല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ബോട്ടം ഓഫ് ദി ഡെക്ക്, പേജ് ഓഫ് സോർഡ്സ്. ഇപ്പം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയായിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഒരു 6 മന്ത് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ന്യൂ പേഴ്സൺ ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അധികം നാളൊന്നും ആയിട്ടില്ല നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അവർ. അപ്പം നിങ്ങൾക്ക് ഇവരുമായിട്ട് നിങ്ങൾ ബാലൻസ്ഡ്, അതായത് ബാലൻസ് മീൻസ് എന്താണ്, നിങ്ങളുടെ വൈബിന് മാച്ച് ആവുന്ന ഒരു എനർജീസ് ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും യെസ് ഈ ഒരു വ്യക്തിയായിട്ട് എനിക്ക് വല്ലാണ്ടൊരു എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ബാലൻസ്, നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങളുടെ ഭാഗങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈക്ക് നേരെ ഓപ്പോസിറ്റീവ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇതൊരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു എനർജീസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം എന്തൊരു കണക്ഷൻസ് മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ ബാലൻസ് ആവശ്യമാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒത്തിരിയധികം അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്, പലപ്പോഴും സ്റ്റെപ്പ് ബാക്കുകൾ വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് ബാക്ക് മീൻസ് സെപ്പറേഷൻസ് വന്നിട്ടുണ്ട്. ഒരാൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ എഗെയിൻ അവർ വീണ്ടും റിട്ടേൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക്, അതായത് സീറോ ഈഗോ, നമ്മൾ പറയത്തില്ല ഈഗോ ഇല്ലാതെ ആളുകൾ കടന്നു വരിക എന്ന് പറയില്ലേ നമ്മുടെ ലൈഫിൽ, എന്ന് പറഞ്ഞ പോലെ എത്രയൊക്കെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും വീണ്ടും ഈഗോ ഇല്ലാതെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം. സോ അല്ലെങ്കിൽ വൈസ് വേഴ്സ നിങ്ങളുടെ എനർജീസ് ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, രണ്ടുപേരുടെയും എനർജീസ് മേ ബി ഒരുപോലെ ആയിരിക്കാം, രണ്ടുപേരും സെയിം എനർജീസ് ഉള്ള ആളുകളായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും
ഈ ഒരു എനർജി, ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇത്രമാത്രം നിങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സോൾ വൈബ് അല്ലെങ്കിൽ വല്ലാത്തൊരു ഡിവൈൻ കണക്ഷൻ എന്നുള്ള ഒരു എനർജിക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ചില ആളുകൾ നമ്മളുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയും കാലവും അല്ലെ ചില ബന്ധങ്ങളിൽ നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ വന്നാൽ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ എനിക്ക് ബ്ലെസ്സിങ്സ് ആണ്, യൂണിവേഴ്സ് ആയിട്ട് എനിക്ക് തന്നിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് ആണെന്ന് നമ്മൾ പറയാറില്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് ഈ ഒരു വ്യക്തി. ഓക്കെ, സോ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളിവിടെ കുറച്ച് ബൗണ്ടറീസിലൊക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഇമോഷണൽ ഇൻറ്റിമസിയെ കുറിച്ചിട്ട് ഫിയർ ഉള്ളൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ആവുമോ എന്നുള്ളൊരു എനർജി ഉള്ളൊരു വ്യക്തി. സോ അപ്പം ആ ഒരു എനർജീസ് ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങൾ മേ ബി എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആയിരിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കാം നിങ്ങൾ എന്താ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ട്രോമാസുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ടൈം ആകാം. അതിനൊക്കെ ആ ഒരു ടൈമിലായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നിട്ടുള്ള ഈ ഒരു ബ്ലെസ്സിങ്സിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാകാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു ടൈമിലുള്ളത്. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ ജഡ്ജ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. നമ്മൾ പറയത്തില്ലേ നമ്മൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം നമ്മളുടെ ലൈഫിൽ കുറേ ആളുകൾ വന്നും പോയി ഒക്കെ നിൽക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ എല്ലാവരും പ്രോമിനൻ്റ് ആവണം എന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന ടൈമിൽ തന്നെ നമ്മളുടെ തലയിൽ കുറേ എന്താ ദൈവമായിട്ട് തന്നെ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം, നമ്മുടെ മാരേജ് ലൈഫിൻ്റെ കാര്യം, ഡെസ്റ്റിനി. അപ്പോൾ നമ്മളുടെ തലയിൽ ഓൾറെഡി ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും നമ്മൾ ജനിക്കുമ്പോൾ തന്നെ. നിങ്ങൾ ഈ ഒരു അതുപോലെ തന്നെ ഇൻവോൾവ് ആണ് മാരേജ്, നമ്മൾ ആരെ മീറ്റ് ചെയ്യണം എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ ഫോർ സം ഓഫ് യു നിങ്ങൾക്കൊരു മാരേജ് പ്രൊപ്പോസലായിട്ടായിരിക്കാം, അതായത് നിങ്ങൾക്ക് മാരേജ് ചെയ്യണം എന്നുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ട് തന്നിട്ടുള്ളൊരു വ്യക്തിയാവാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടെ നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ട് എന്തൊക്കെയോ സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സോളുകൾ തമ്മിൽ 5Dയിൽ കണക്റ്റഡ് ആണ്. നിങ്ങൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം മെറ്റീരിയലിസ്റ്റിക് വേൾഡാണ്. നമുക്ക് ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ മാത്രം നിങ്ങൾ കണക്റ്റഡ് അല്ലെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ രണ്ടുപേരും സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എന്തൊക്കെ ഒരു എനർജീസ് ആണെങ്കിൽ പോലും നിങ്ങൾ 5D തലത്തിൽ നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആണ്, നിങ്ങൾ ഒന്നാണ്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ആക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, ഞാൻ ഈ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് വല്ലാത്ത സങ്കടമാകും എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ആയിരിക്കും ആ ഒരു വ്യക്തിക്കുള്ളതും. പക്ഷേ എനിക്കിവിടെ ചിലരുടെയൊക്കെ എനർജീസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ട്വിൻ ഫ്ലെയിം വൈബ് തന്നെയാണ്. ഓക്കെ, എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, ചിലരൊക്കെ ഇവിടെ ട്വിൻ ഫ്ലെയിം ആണ്. അപ്പം ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള എനർജീസിലൊക്കെയാണ് നമുക്ക് കാർഡ്സിലൂടെ നോക്കിയാലൊന്നും ട്വിൻ ഫ്ലെയിം ആണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് പലപ്പോഴും നമ്മുടെ സോളാണ് ട്വിൻ ഫ്ലെയിമിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയൊക്കെ സ്പിരിച്വൽ കണക്ഷൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷനും ഉണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട്. ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ഒക്കെ പാസ്റ്റ് ലൈഫ് സോളുകളാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരുന്ന രണ്ട് വ്യക്തികൾ ഈ ഒരു ജന്മത്തിലും റീയൂണിയൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലും കണക്റ്റഡ് ആവണം എന്നുള്ള ഒരു എനർജിയിൽ വന്നിട്ടുള്ള രണ്ട് വ്യക്തികൾ. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, രണ്ട് സോള് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ ഞാനതിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി അതിന് ആ ഒരു എനർജി കൊടുക്കാറില്ല. ഓക്കെ, ഒത്തിരി ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാനത് പറഞ്ഞു തരാം. ട്വിൻ ഫ്ലെയിം മീൻസ് ഒരു സോളാണ്. ഒരു സോള് സെപ്പറേറ്റഡ് ആയിട്ട് രണ്ട് വ്യക്തികളായിട്ട് മാറുകയാണ്, രണ്ട് പേഴ്സൺ ആയിട്ട് മാറുകയാണ്. അതിൽ രണ്ട് സോള് സെപ്പറേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഒരാൾക്ക് ഫെമിനൻ എനർജിയും ഒരാൾക്ക് മസ്കുലൻ എനർജി ആയിരിക്കും. അപ്പം അതർ ലൈഫിലേക്ക് വരുമ്പോഴേക്കും നെക്സ്റ്റ് ലൈഫിലേക്ക് വരുമ്പോൾ പാസ്റ്റ് ലൈഫ് ഇത് നെക്സ്റ്റ് ലൈഫിലേക്ക്, അതായത് സോൾ കോൺട്രാക്റ്റുകളുണ്ട്. സോൾ എന്തായാലും നെക്സ്റ്റ് ജന്മം എടുക്കുന്നത് ഒരു കോൺട്രാക്റ്റ് വഴിയായിരിക്കും. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലൈഫ് പർപ്പസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോൾ കോൺട്രാക്റ്റ് ഉണ്ട് ഡിവൈനുമായിട്ട്.
അപ്പം ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ സൈൻ ചെയ്തു, ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഒക്കെ ചെയ്തിട്ട് പ്രോമിസ് ഒക്കെ ചെയ്തിട്ടാണ് ഓരോ സോളും നെക്സ്റ്റ് ലൈഫിലേക്ക് വരുന്നുള്ളത്. അപ്പം നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് മാറിയിടുന്ന പോലെ ഓരോ ജന്മത്തിലും നമ്മളുടെ സോളിന് വേറൊരു രൂപങ്ങളാണ്. ഓക്കെ, അപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോഴേക്കും നിങ്ങളുടെ സോള് ഈ ഒരു ജന്മത്തിൽ വന്നിട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇതെല്ലാം ന്യൂ ആണ് ഈ ഒരു വേൾഡ്. പക്ഷെ നിങ്ങളുടെ സോളുകൾ ഒത്തിരിയധികം എക്സ്പീരിയൻസസ്, അതായത് കുറേയധികം ജന്മങ്ങൾ എടുത്ത് കുറേയധികം നമ്മൾക്ക് എണ്ണിയാൽ തീരാൻ പറ്റാത്തത്രയും ജന്മങ്ങൾ എടുത്തിട്ടായിരിക്കും ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ട് ജനിക്കുന്നുണ്ടാവുക. അപ്പം സോള് ഇപ്പം നമ്മളാണെങ്കിലും നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയെ കാണാതാകുമ്പോൾ നമ്മൾ പോയി തേടിയില്ലേ എന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തിയിലും ഈ ഒരു സോള് തേടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേർപാതിയായിരിക്കും. ഓക്കെ, അപ്പോൾ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമുക്ക് കാർമിക് ആയിട്ടുള്ള ആളുകൾ വാഴി നിൽക്കുന്നുണ്ടാവില്ല. കാർമിക്കുമായിട്ടുള്ള റിലേഷൻസ് ട്വിൻ ഫ്ലെയിമിന് ഒരിക്കലും പോകുന്നുണ്ടാവില്ല. ഡിവൈൻ മസ്കുലന് പോകുന്നുണ്ടാവില്ല, അത് ഡിവൈൻ ഫെമിനൻ ആണെങ്കിലും പോകുന്നുണ്ടാവില്ല. കാർമിക് റിലേഷൻഷിപ്സ് ഒക്കെ കുറച്ച് കാലം നമ്മളുടെ ലൈഫിൽ നിന്നിട്ട് അത് നിങ്ങളെ കുറച്ച് ലെസൺസ് ലേൺ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നുണ്ടോ, നിങ്ങൾ കുറേ ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, ബട്ട് എന്നാൽ പോലും അത് സെപ്പറേറ്റ് ആയി പോകുന്നുണ്ടാവാം. കാരണം ഇപ്പം അതിൻ്റേതല്ലാത്തൊരു പാതിയെ ബാക്കിയുള്ള കാർമിക് റിലേഷനൊക്കെ അതൊക്കെ ഒരു സോളാണ്. അപ്പം ഹാഫ് സോൾ എന്ന് പറയുന്നത് DMഉം DFഉം ആണ്, ഡിവൈൻ ഫെമിനനും മസ്കുലനും ആണ്. അപ്പം അതിൻ്റെ ഹാഫ് അല്ലാത്ത ഒരു പോർഷനെയും ഒരിക്കലും ഒരു DMൻ്റെ ബോഡി അല്ലെങ്കിൽ ഒരു DFൻ്റെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് മിക്കപ്പോഴും കാർമിക് സോൾമേറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കാർമിക്സ് ആയിട്ടുള്ള ആളുകൾ. ട്വിൻ ഫ്ലെയിം സ്റ്റോറീസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മിക്കവരുടെയും മാരേജ് ലൈഫൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ടാവാം കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അതായത് ഇപ്പം മാരേജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയായിട്ടും നമുക്കൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടാവും. സോൾ കോൺട്രാക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവരുമായിട്ട് കർമ്മ ചെയ്ത് തീർക്കാനുണ്ടാവാം. അവർ നമ്മളെ കുറച്ച് കാലം നമ്മളുടെ DMൻ്റെ അല്ലെങ്കിൽ DFൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പലപ്പോഴും നമ്മളുടെ ലൈഫിലേക്ക് കാർമിക്ക് വരുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ കുറേ കാർമിക്കുമായിട്ട് ഡീൽ ചെയ്തതിന് ശേഷം ആ ലൈഫിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ ബോഡിയിൽ നിന്ന് തന്നെ നിങ്ങൾ കുറേ ലെസൺസ് ലേൺ ചെയ്ത് ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിനെ അല്ലെങ്കിൽ മസ്കുലിനെ പോയി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് നന്നായിട്ട് അവരുമായിട്ട് വല്ലാത്തൊരു അട്രാക്റ്റഡ് ആവും. അവർക്കും നിങ്ങൾക്കും ഒരു വല്ലാത്തൊരു ബോണ്ട് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ക്രിയേറ്റ് ആയി കഴിയുമ്പോഴേക്കും പിന്നീട് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു സെപ്പറേഷൻ്റെ ടൈം മേ ബി അത് നിങ്ങൾ നിൽക്കുന്നിടത്തു നിന്നുള്ള ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫർ എന്താ പറയുക, സെപ്പറേഷൻ മീൻസ് നിങ്ങൾ പരസ്പരം മീറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു എനർജീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കണക്റ്റഡ് ആവാൻ പറ്റാത്തൊരു എനർജീസ് ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ഒരുമിച്ചാണെങ്കിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആവും, നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ ആ ഒരു എനർജീസ് നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴാണ് എനർജീസിനെ കൂടുതലായിട്ടും കൈമാറാൻ പറ്റുന്നുണ്ടാവുക. അകലെ നിൽക്കുമ്പോഴേക്കും അത് പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു ലോങ് സെപ്പറേഷൻസ് എന്തായാലും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുന്നുണ്ടാവും. ഈ ഒരു ടൈമിലും നിങ്ങളുടെ കാർമിക് സൈക്കിളാണ്, ഒരു സ്പിരിച്വൽ സൈക്കിളാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, DMനാണെങ്കിലും DFനാണെങ്കിലും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ഫെമിനൻ എപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരിക്കും. DMഉം സെയിം എനർജീസ് ആണ്, പക്ഷേങ്കിൽ അവർ സ്പിരിച്വാലിറ്റിയിൽ ബിലീവ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ കൂടുതലായിട്ടും സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ രണ്ടുപേരും ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വന്നിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് നിങ്ങളൊരു യൂണിയനിൽ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇത് ഞാൻ കൂടുതലായിട്ടും ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ വന്ന് പറയാറുണ്ട്, മാം ഞാൻ ട്വിൻ ഫ്ലെയിം ആണ്. നോ, എല്ലാവരും ട്വിൻ ഫ്ലെയിംസ് അല്ല. ട്വിൻ ഫ്ലെയിംസ് ഒക്കെ റെയർ ആയിട്ടുള്ള സ്റ്റാർ സീഡ്സ് ആണ്. എല്ലാ വ്യക്തികളും DMഉം ഡിവൈൻ മസ്കുലനും ഡിവൈൻ ഫെമിനനും ആവാറില്ല. കാരണം ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള സോളുകളും പ്യുവർ ആയിട്ടുള്ള സോളുകളുമാണ്. കുറേ ലൈഫ് എക്സ്പീരിയൻസ് എടുത്തു വന്നിട്ടുള്ള കുറേ സോളുകൾ, ഒരു പെർട്ടിക്കുലർ ലൈഫ് പർപ്പസിന് വേണ്ടിയിട്ട് യോജിച്ച് നിൽക്കുന്ന സോളുകളാണ് ഡിവൈൻ ഫെമിനനും മസ്കുലനും. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. അത് ഭയങ്കരമായിട്ടും പ്യുവർ ആയിട്ടുള്ള, അത് എന്താ പറയുക, ഡിവൈൻ ആയിട്ടുള്ള കണക്ഷൻസ് ആണ് ഡിവൈൻ ഫെമിനൻ ട്വിൻ ഫ്ലെയിം ജേർണി. സോ വെറുതെ ഞാൻ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. സെപ്പറേഷൻസ് കാർമിക് സൈക്കിൾസിലും വരാറുണ്ടല്ലോ.
പക്ഷെ നിങ്ങൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, നിങ്ങൾ ടോക്സിക് കണക്ഷൻസിനെ എപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അത് കാർമിക്കാണ്. നമ്മൾ ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ സെപ്പറേഷൻസ് വരാറുണ്ട്. ട്വിൻ ഫ്ലെയിംസ് എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്യുക ചെയ്യാറുള്ളത്. അതിപ്പം ഡിവൈൻ മസ്കുലിനെ ഏറ്റവും കൂടുതൽ ഡിവൈൻ ഫെമിനിൻ ട്രിഗർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും ട്രിഗർ ചെയ്യാറുണ്ട്. ട്രിഗർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇടയ്ക്കുള്ള ഒരു സെപ്പറേഷനും ഫൈറ്റിങ്സിനും ഒരു മെയിൻ റീസൺ അവർ ലെസൺസ് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടാവും. എത്രയൊക്കെ സെപ്പറേഷൻസ് ഇഷ്യൂ അവർക്ക് റിയലൈസ് ആവുന്നുണ്ടാവും. എനിക്ക് ലൈക്ക് ഏറ്റവും കൂടുതൽ ഡി എം ആണെങ്കിലും ഡി എഫ് ആണെങ്കിലും എനിക്ക് ഡി എം ആണ് ഏറ്റവും കൂടുതൽ അതിൽ വിട്ട് ഡി എഫിനോട് സംസാരിക്കുന്നുണ്ടാവാം. നല്ല രീതിക്ക് ഹേർട്ടായി ട്രിഗർ ചെയ്യുന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ടാവും. കാരണം എന്താണ്, അതിൽ നിന്ന് ഡി എഫിൻ്റെ കുറവുകളെ എടുത്തു പറയുകയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്, എടുത്തു പറഞ്ഞ് അവരെ സ്ട്രോങ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. അത് മെൻ്റലി ആയിക്കോട്ടെ, മെൻ്റൽ ലെവൽ ആ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. സ്പിരിച്വലി ആയിക്കോട്ടെ, സ്പിരിച്വൽ കണക്ഷൻസ് ഒക്കെ എത്രയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ സെപ്പറേറ്റഡ് ആവാറില്ല. അവർ പറഞ്ഞ് വലിയ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവാറുണ്ട്. വീണ്ടും സെയിം എനർജിയിൽ ഫൊർഗീവ് ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന് കണക്റ്റ് ആവാറുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസാണ്. നിങ്ങൾ വെറുതെ ഈ ഒരു ടോക്സിക് കണക്ഷൻസ്, നിങ്ങൾ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന കണക്ഷൻസ് ഒന്നും തന്നെ ട്വിൻ ഫ്ലെയിം ജേർണീസ് അല്ല. എന്ന് വെച്ചാൽ ട്വിൻ ഫ്ലെയിമിൽ സെക്ഷൽ എനർജി ഇല്ല എന്നുമല്ല, ഉണ്ട്. അതിനൊക്കെ ഇവർ സെക്ഷൽ റിലേഷൻഷിപ്പ് ആവണമെങ്കിൽ തന്നെ അതിൽ ഒത്തിരി അധികം ഇന്നർ വർക്കുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ടാവും. പൊതുവെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒന്നും ഫിസിക്കൽ അട്രാക്ഷൻസ് ഇല്ല മീൻസ് ഉണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഫിസിക്കൽ ലെവലിലേക്ക് അത്രയും ഇൻറ്റിമേറ്റ് ആവാൻ കുറേ ഇന്നർ വർക്ക്, ഡി എമ്മിനും ഇന്നർ വർക്കുകൾ വേണം, ഡി എഫിനും ഇന്നർ വർക്കുകൾ വേണം. ഇതിൽ ഡി എഫിന് എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്ത് വരണം. എന്നാൽ മാത്രമായിരിക്കും ഡി എഫിൻ്റെ ആ ഒരു എനർജി ആയിട്ട് അല്ലെങ്കിൽ ഡി എമ്മിൻ്റെ ആ ഒരു എനർജി ആയിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇതൊന്നും വലിയ തമാശയായിട്ടുള്ള കാര്യമല്ല. ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്. പക്ഷെ ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ അത്രയും എനർജീസ് കൊടുക്കാറില്ല. അങ്ങനെ നമ്മളിപ്പം ഞാൻ പൊതുവേ നമുക്കിപ്പോൾ ഡി എമ്മിനെ മീറ്റ് ചെയ്താലും ഡി എഫിനെ മീറ്റ് ചെയ്താലും നമ്മൾ ജസ്റ്റ് ലൈറ്റ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ള ആളുകളുണ്ട്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ടായിരിക്കും. സോൾമേറ്റിനെ തന്നെ വളരെ റെയർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സോൾമേറ്റിനെ കഴിഞ്ഞും കൂടുതൽ ട്വിൻ ഫ്ലെയിമുമായിട്ട് കണക്റ്റ് ആവുന്നതിലായിരിക്കും കാര്യമുള്ളത്. ലൈക്ക് അത്രയ്ക്കും ഒരു കംഫോർട്ട് സോൺ എന്നുള്ള രീതിക്ക് സോൾമേറ്റിന് നിൽക്കാൻ പറ്റുന്നത്. ബട്ട് സോൾമേറ്റും നല്ലതാണ് കേട്ടോ, ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ കിടന്നിട്ട് ഈ കമൻറ്റ് സെക്ഷനിൽ ഇടരുത്. കാരണം അത് ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള കണക്ഷൻസ് ആണ്, ബ്ലെസ്സിങ്സ് ആണ് ട്വിൻ ഫ്ലെയിം ആയിട്ട് ജനിക്കുക എന്നുള്ളത്. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഡി എം ആയിട്ട് ജനിക്കുക എന്നുള്ളത്, ഡി എഫ് ആയിട്ട് ജനിക്കുക എന്നുള്ളത് റെയർ കണക്ഷൻസ് ആണ്. നിങ്ങളത് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ ഒരു എനർജീസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇത് ട്വിൻ ഫ്ലെയിം എനർജീസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചിലർക്കൊക്കെ ട്വിൻ ഫ്ലെയിം ആണ്, ചിലർക്കൊക്കെ ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. പക്ഷെ ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ളവർക്ക് പാസ്റ്റ് ലൈഫ് വിത്ത് സ്പിരിച്വൽ ആണ്, ചിലർക്കൊക്കെ സ്പിരിച്വൽ കണക്ഷനുമാണ് ഈ ഒരു വ്യക്തിയുടെ, ചിലർക്കൊക്കെ കാർമിക്കാണ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണ്. ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ്സിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ പാസ്റ്റ് ലൈഫ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട്. നിങ്ങൾക്ക് ആ സോൾ ലെവൽ ഇൻറ്റിമസി വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കണക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.